അനുജ, ഇപ്പോൾ UDF നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോജി ജോൺ മാധ്യമങ്ങളെ കാണുവാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ നിയമവിദഗ്ധരായിട്ട് നമ്മുടെ വക്കീലുമായിട്ടും നമ്മൾ എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഉന്നയിക്കാനുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾ അവർ നിരപരാധികളാണെന്നും അന്യായമായി അവരെ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള വിവരം നമ്മൾ കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ ഇരകളെന്ന് ഇവിടെ ബജ്രംഗ് ദളുകാരും BJP-കാരും ഒക്കെ അവകാശപ്പെടുന്ന ഈ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് അവരെ കൊണ്ട് ബജ്രംഗ് ദളിൻ്റെ ആളുകൾ ഈ മൊഴി നിർബന്ധിച്ച് പറയിപ്പിച്ച്, ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ച ഒരു കേസാണെന്നും ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നും അന്യായമായി കഴിഞ്ഞ ഏതാണ്ട് 9 ദിവസത്തോളമായി ഇവർ ഈ ജയിലിൽ കിടക്കുകയാണ് എന്നും ഇവർക്ക് ജാമ്യം നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതുവരെ നടന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും നമ്മൾ ശുഭപ്രതീക്ഷയിലാണ്. കാരണം നമുക്ക് കോടതിയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഭരണകൂടം ഇത്തരത്തിലുള്ള നീതി നിഷേധം നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് കോടതിയാണ്. അപ്പോൾ ആ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. ഛത്തീസ്ഗഡ് BJP ഇവിടെ ഈ വിഷയത്തിലെല്ലാം ഇവിടെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന സമീപനമാണ് ഛത്തീസ്ഗഡ് BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കാരണം ഇവിടെ ഈ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നീതിക്ക് ഇവിടെ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഈ കന്യാസ്ത്രീകളെ, അവരെ സഹായിക്കാൻ വേണ്ടി വരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഏതാണ്ട് മനുഷ്യക്കടത്തുകാരെ സഹായിക്കാൻ വരുന്നു എന്നുള്ള നിലയിലാണ് ഛത്തീസ്ഗഡ് BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രഖ്യാപനം, അവർ നടത്തുന്ന പ്രചരണവും. അതൊക്കെ അത്യന്തം അപലപനീയമാണ്. ഈ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെയും മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെയും എല്ലാവരെയും അപമാനിക്കുന്ന ഒരു നിലപാടാണത്. അപ്പോൾ റോജി ജോണാണ് ഇപ്പോൾ കേസിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഒരുപാട് നേതാക്കൾ, അതായത് റോജി ജോൺ, അൻവർ സാദത്ത് MLA ഒക്കെ ഉണ്ട്. നമ്മളെ പ്രതീക്ഷ എന്താണ്? ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ ജാമ്യം കിട്ടൽ മാത്രമല്ല, ഇതിനകത്ത് ഇവർക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. ആ കേസുകൾ, ആ വകുപ്പുകൾ മാറ്റം, അവരെ കേസ് തന്നെ മാറ്റണമെന്നുള്ള ഞങ്ങളുടെ നിലപാട്. കാരണം ഇത് ഒരിക്കലും ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ ഭരണകൂടുന്ന ഭാഗത്തുണ്ടായത്. അപ്പൊ അതുകൊണ്ട് ആ കേസുകളെല്ലാം, അവരെ കള്ളക്കേസുകളാ, ആ കേസുകൾ പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും. അതിനകത്ത് യാതൊരു പിന്മാറ്റവുമില്ല. അത് എന്നാൽ അവർക്ക് പൂർണ്ണമായി നീതി കിട്ടുകയുള്ളൂ. ഇപ്പൊ കോടതിയുടെ ഭാഗത്ത് നമുക്ക് ജാമ്യം കിട്ടും, അത് ശരിയാണ്. അപ്പൊ ജാമ്യം കിട്ടിയ ഞങ്ങൾക്ക് വളരെ സ്വാഗതാർഹമാണ്. പക്ഷെ അവരുടെ കേസുകളെല്ലാം പിൻവലിക്കണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ, ജനാധിപത്യ മതേതര വിശ്വാസികളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. റോജി, ഒരൊറ്റ കാര്യം, കോടതിയിൽ കേസ് അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ നമുക്ക് കിട്ടും? ഇല്ല, നമുക്ക് കോടതിയിൽ വാദം ഇന്നലെ തന്നെ പൂർത്തിയായതാണ്. അപ്പം വാദം പൂർത്തിയായതിനു ശേഷം ഇനി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വിധി പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഉള്ളത്. നമ്മൾ അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഇന്നലെ തന്നെ ചിലപ്പോൾ വിധി പ്രതീക്ഷിക്കാമായിരുന്നു. ഇന്നലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഒരു ഒബ്ജക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് 2 വാദങ്ങളും കേട്ട കോടതി വിധി പറയുവാനായിട്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. പ്രോസിക്യൂഷൻ ജാമ്യത്തെ അനുകൂലിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നലെ തന്നെ ആ വിധി ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇന്ന് നമ്മുടെ വാദങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഈ കന്യാസ്ത്രീകൾ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ചെയ്യാത്ത തെറ്റിനു വേണ്ടി, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് വേണ്ടി അവരെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ഈ ജയിലിൽ ദയനീയമായ സാഹചര്യത്തിൽ കിടക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരെ അന്യായമായി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രവുമല്ല, ഇവിടെ പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ ഒബ്ജക്ട് ചെയ്തത് ഒരു സാങ്കേതിക നടപടി മാത്രമെന്നാണ് BJP പ്രവർത്തകരൊക്കെ, BJP നേതാക്കൾ ന്യായീകരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതോ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നിലപാട് BJP ഇവിടെ സ്വീകരിച്ചത്, ഇവിടെ പോലീസ് സ്വീകരിച്ചത്? ഇവിടെ നിങ്ങൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ BJP-യുടെ ഛത്തീസ്ഗഡ് ഘടകം അവർ നടത്തുന്ന പ്രചരണം അത്യന്തം അപലപനീയമായിട്ടുള്ള പ്രചരണമാണ്. ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള, അതായത് BJP ഛത്തീസ്ഗഡിന്റെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ട്വീറ്റ് എന്ന് പറയുന്നത്, കന്യാസ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കി വളരെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച്, കോൺഗ്രസ് നേതാക്കൾ ഇവിടെ മനുഷ്യക്കടത്ത് നടത്തുന്ന അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള
വളരെ അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു പ്രചരണമാണ്, അത്യന്തം നീചകരമായിട്ടുള്ള ഒരു പ്രചരണമാണ് BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമാനമായിട്ടുള്ള ഒരു പ്രസ്താവനകളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്, ദുർഗിൽ നിന്നുള്ള BJPയുടെ MP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ UDF-ന്റെ ഒക്കെ നേതാക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഛത്തീസ്ഗഡിൽ തന്നെ കോൺഗ്രസ് ഏതാണ്ട് വലിയ അപരാധം ചെയ്യുന്നു എന്ന നിലയിൽ ഇവിടുത്തെ BJP പ്രചരണം നടത്തുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ അന്യായമായി ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു BJP-നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ കന്യാസ്ത്രീകളെ അപമാനിക്കുകയാണ്, ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുകയാണ്, മിഷൻ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകളെയും അപമാനിക്കുകയാണ്, ഈ ന്യായത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ആളുകളെയും അപമാനിക്കുന്ന സമീപനമാണ് ഛത്തീസ്ഗഡിൽ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകും. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സർക്കാരിൻ്റെ അഭിഭാഷകൻ, BJP-യുടെ സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉൾപ്പെടെ, അത് മജിസ്ട്രേറ്റ് കോടതിയിലായാലും സെഷൻസ് കോടതിയിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NIA കോടതിയിൽ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവരുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. അതിൽ കൂടുതൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്?